രാവിലെ തന്നെ ദേ ഈ പൂച്ച പെണ്ണുങ്ങൾ ഒരേ ബഹളം കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനും കണ്ടുകൊണ്ടാണ്. അവസാനം മീന് കട്ട് ചെയ്ത് അവളുമാർക്ക് വേസ്റ്റ് കൊടുത്തു. മീന് കട്ട് ചെയ്യുന്നതിനിടയിലാണെങ്കിൽ എൻ്റെ നഖത്തിനടിയിലേക്ക് ഒരു മുള്ള് ആഞ്ഞ് കേറിയിട്ടുണ്ട്. നല്ല തരിപ്പും വേദനയുണ്ട്. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ ഞാൻ അടുത്ത പണികളിലോട്ട് കടന്നു. അങ്ങനെ ഫ്രൈ ചെയ്യാനെല്ലാം മസാല പുരട്ടി വെച്ചിട്ട് നമ്മുടെ തലയും പരിഞ്ഞിലും കൂടി ഉപ്പും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ കീറിയിട്ട് അവിക്കാനായിട്ട് വെച്ചു. 2 ബീറ്റ്റൂട്ട് എടുത്ത് കൊത്തി നുറുക്കി കുനു കുനെ അരിഞ്ഞും വെച്ചു. പിന്നെ തേങ്ങ ചിരണ്ടി മീൻകറി അടുപ്പത്താക്കിയപ്പോഴാണ് ആലോചിച്ചത് നമുക്കിന്ന് തക്കാളിയോ മുരിങ്ങക്കായോ ഒന്നുമില്ല, എല്ലാം തീർന്നു. അങ്ങനെ നേരെ ഇലിമ്പൻ പുളിയുടെ മൂട്ടിലോട്ട് ഒരു ഓട്ടം ഓടി. അവിടെ നിന്ന് കുറച്ച് പുളിച്ചിക്ക സമ്പാദിച്ചിട്ടുണ്ട്. ആ പുളിച്ചിക്കയെ കൊണ്ടുവന്ന് കഴുകി നുറുക്കിയെടുത്ത് മീൻകറിയിലോട്ട് ഇട്ടു. പിന്നെ നമ്മുടെ തോരനും അടുപ്പത്താക്കിയിട്ട് ഞാൻ നേരെ തലയും എടുത്തും കൊണ്ട് കഴിക്കാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തല വെച്ചത് കഴിക്കാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ മീനും വറുക്കാനിട്ടിട്ട് ഓടി നടന്ന് ബാക്കിയുള്ള ജോലികളെല്ലാം ഓരോന്നായിട്ട് ഒതുക്കി. ഒതുക്കി കഴിഞ്ഞ് ഒരു കുളിയും പാസ്സാക്കി വന്നിട്ട് നമ്മളെല്ലാവരും കൂടി ആഹാരം കഴിച്ചു കേട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല റാഹത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയും